ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. മൺഡേ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് വലിയ താല്പര്യമുള്ളൊരു ടോപ്പിക്കും നല്ലൊരു ദിവസമായിട്ടാണ് പറയുന്നത്. എനിക്ക് പക്ഷേ 2 ആഴ്ചയായിട്ട് മൺഡേ മോട്ടിവേഷൻ ഇടാൻ സാധിച്ചില്ല. കുറച്ച് പേര് പരിഭവം പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി മൺഡേ മോട്ടിവേഷൻ്റെ ആ ഒരു ഡേ നമ്മുടെ ഡിസ്കഷൻ ആകാമെന്ന് വെച്ചു. ഇത് ഞാൻ എത്രത്തോളം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്ററാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പം നമ്മൾ തെറ്റുകളിലൂടെയാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം പോലെ ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ കുറേ കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നും അത് കുറേ പേർക്ക് യൂസ്ഫുള്ളാണ്. കുറച്ച് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്നത് വലിയ സന്തോഷമല്ലേ. ഓപ്പണിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു കഷ്ടമാണ്. സത്യം പറഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പലർക്കും പലപ്പോഴും പറ്റാറില്ല. നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളെല്ലാം കാണുമ്പോൾ റിയാലിറ്റി ഏത്, ശരിക്കുമുള്ള കാര്യങ്ങളാണോ അതോ ഇനി ഇതെല്ലാം ഒരു അഭിനയമാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ടല്ലേ. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളും അങ്ങനെയാണല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത വാർത്തകൾ, ഒരുപാട് വിഷമിപ്പിക്കുന്ന വാർത്തകളൊക്കെ നമുക്ക് ചുറ്റും വരുന്നുണ്ട്, കാണുന്നു കേൾക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ റിയലായിട്ട് എന്താണ് സംഭവിക്കുന്നത് പലപ്പോഴും ഇപ്പോൾ ഈ വ്ളോഗ്സിലൂടെ ആണെങ്കിലും നിങ്ങൾ കാണുന്ന കാഴ്ചകളാണെങ്കിലും പലരുടെയും ജീവിതം കാണുമ്പോൾ കുറേ പേരെങ്കിലും വിചാരിക്കും, ഇവരെന്ത് ഐഡിയലായിട്ടാണ് ജീവിക്കുന്നത്, എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത്, ഇത്രയൊക്കെ സന്തോഷമുണ്ടോ, ഇതെന്ത് നല്ല ഹാപ്പി ലൈഫാണ്, അല്ലെങ്കിൽ അതെന്തൊരു പൂർണ്ണമായ ഒരു സംഗതിയാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയൽ സിറ്റുവേഷനായിട്ട് പലപ്പോഴും തോന്നും. പക്ഷേ എല്ലാം അങ്ങനെ ഐഡിയൽ സിറ്റുവേഷൻ അല്ല. അത് എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ്. കാര്യം റിയലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. പലപ്പോഴും നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളോട് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഏറ്റവും പെർഫെക്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും ഒരു പെർഫെക്റ്റ് ലൈഫ് ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും വിഷമങ്ങളുണ്ടാകും, സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ചേർന്ന് വരുന്ന ഒരു ലൈഫാണ് എല്ലാവരുടേതും. ഒരു സൈക്കിളാണ്, അതിൽ എല്ലാ കാര്യങ്ങളും വരും. ഒരു സർക്കിൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെയാണ്. അപ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കണം, എപ്പോഴും സങ്കടങ്ങളൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെയല്ല, സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരുന്നതാണ് ജീവിതം. പക്ഷേ ചിലരുടെ ലൈഫിൽ സങ്കടങ്ങൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സങ്കടങ്ങൾ എത്ര വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പലർക്കും അത് പറ്റാറില്ല, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ രണ്ട് തന്നെയാണ്. മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഐഡിയലായിരിക്കും, ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ റിയലായിട്ട് അങ്ങനെ ആവണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലൈഫിൽ അതുപോലെയുള്ള സന്തോഷം കിട്ടുന്നില്ല, ഒരാൾ കൂടുതൽ യാത്രകൾ ചെയ്യുന്നു, ഒരുപാട് അടിച്ചു പൊളിക്കുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരും, എനിക്കതൊന്നും പറ്റുന്നില്ലല്ലോ, ഞങ്ങളുടെ ഫാമിലിയിലാണ് നടക്കുന്നത് എന്നൊരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊരു റിയൽ ലൈഫ് ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത്. ഒരുപാട് അടിച്ചുപൊളിയും കറക്കമൊന്നും ഇല്ലെങ്കിലും റിയൽ ഹാപ്പിനെസ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും. അത് നിങ്ങൾ തിരിച്ചറിയാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരാളായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ ശ്രമിക്കരുത്. ഒരാളുടെ ജീവിതം ഒരുപോലെയല്ല, എല്ലാം ഡിഫറെൻ്റാണ്. അവർക്ക് അവരുടേതായ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും, നമുക്ക് നമ്മുടേതായ ദുഃഖങ്ങളും സന്തോഷങ്ങളും. അപ്പോൾ അതൊന്നും കമ്പാരറ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്താ പറയുക, നമുക്കൊരാളോട് തുറന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ ആരോട് പറയും, വിശ്വസിച്ച് ആരോട് പറയും? പലപ്പോഴും ഫോൾസ് ആയിട്ടുള്ളൊരു ഈഗോ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പലരോടും പറയാൻ പറ്റില്ല. നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അത് നമ്മളെക്കുറിച്ച് മോശമായിട്ട് വിചാരിക്കില്ലേ? നമ്മൾ ഒരു ഫോൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പ്രൈഡാണത്. സത്യം പറഞ്ഞാൽ നമ്മൾ വേണ്ടാത്ത നമ്മളുണ്ടാക്കിയെടുക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സ്ഥാനമാനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ? നമ്മൾ നമ്മളിപ്പോൾ ഭയങ്കര പൈസക്കാരായിട്ട് ജീവിക്കുന്ന പോലെ അഭിനയിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ കുറേ പൈസ ചിലവാക്കി കുറച്ച് അങ്ങനെ ജീവിച്ചാലേ നമുക്ക് ആ അപ്പർ സ്ട്രാറ്റയിൽ പൈസ ഉള്ളവരുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, പിന്നെ നമ്മുടെ നെയ്ബേഴ്സ്, ഇങ്ങനെയുള്ളവരെല്ലാം അവരെല്ലാം വെൽ ഓഫ് ആയിരിക്കും, നല്ല പൈസയുള്ള ആൾക്കാരായിരിക്കും. നമുക്ക് ചിലപ്പോൾ അത്രയും പൈസ ഉണ്ടാവില്ല, നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളൊരു കാലത്തിലൂടെ കടന്നു പോകുമായിരിക്കും. പക്ഷേ അവരുടെ കണ്ണിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നിരിക്കാം ഒരു സമയത്ത്, പിന്നെ ഇല്ലാത്ത കാര്യം അവരറിയുന്നില്ല. അപ്പോൾ ആരെ അറിയിക്കാണ്ട് നമ്മൾ അതേപോലെ ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നായിരിക്കും പലപ്പോഴും. ഒരു ചലഞ്ചാണ്, പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ കടം മേടിക്കുക, അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അങ്ങനെയുള്ള ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു പ്രൈഡ് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ദുഃഖിക്കേണ്ടി വരും. കാരണം മറ്റുള്ളവരുടെ കണ്ണിലുള്ള നമ്മുടെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് തരുന്ന അംഗീകാരങ്ങളോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അന്തസ്സായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക, ഉള്ളത് കൊണ്ട് ജീവിക്കുക, ആ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ഹാപ്പി ആവുക. കൂടുതലും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ആളാകാനും വേണ്ടിയിട്ട് ഇപ്പോൾ
ഒരു ഇല്ലാത്ത പ്രൗഢിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ നമ്മൾ ഒരു പടുകുഴിയിലേക്കായിരിക്കും ചെന്ന് അവസാനിക്കുക. അന്നേരം ഇവരാരും കാണില്ല സഹായിക്കാൻ. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം ആദ്യം ഉൾക്കൊള്ളണം. അതൊരു പ്രധാന കാര്യമാണ്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലും നമുക്ക് ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ കിട്ടണം എന്നില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും അവനവൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു സ്വാർത്ഥമായ ചിന്തയൊന്നുമല്ല. സ്വന്തം കാര്യം നോക്കാൻ സ്വയം പ്രാപ്തരാകണം. അപ്പം നമ്മുടെ ഈ സ്വന്തം കാര്യത്തിൽ നമ്മൾ നല്ല എന്താ പറയുക, നമ്മൾ കുറച്ച് നല്ല സ്നേഹമുള്ള ഒരാളാണെങ്കിൽ, നമുക്ക് ഹൃദയം കൊണ്ട് നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ആ നമ്മൾ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിനെയും കൂടെ ഉൾക്കൊള്ളിക്കും. അങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, സന്തോഷം. പരസ്പരം ഇപ്പോൾ ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനെന്നൊരു ഭാവമില്ല, ഞാൻ എന്നുള്ളൊരു സ്വാർത്ഥത ഇല്ലാണ്ട് എൻ്റെ കാര്യം അവളുടെ കാര്യം അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഓക്കെ. മക്കളും അച്ഛനമ്മമാരും മക്കളും ഒന്ന് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പോവുകയാണെങ്കിൽ ഓക്കെ. മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ട് എല്ലാവരും അവരവരുടെ കാര്യമല്ല മറ്റൊരാളുടെ കാര്യം നമ്മുടെ കാര്യം പോലെ ചിന്തിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് ആ ഫാമിലിക്കുള്ളിൽ തന്നെ പറഞ്ഞു നിൽക്കാം, പരസ്പരം ഷെയർ ചെയ്യാം, മനസ്സ് തുറന്ന് സംസാരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അതല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എനിക്കറിയാം ഇപ്പോൾ ധാരാളമായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ, ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് ചുറ്റും നടക്കുമ്പോൾ ആലോചിക്കുകയാണ്. അവരൊന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രത്തോളം പലർക്കും നമുക്ക് സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമുക്കൊരു സാന്ത്വനം കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കേസുകളില്ല. അപ്പോൾ പൈസയുടെ കുറവുകൊണ്ട് മാത്രമല്ല, അല്ലാത്ത സാഹചര്യങ്ങളിലൂടെയും മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അത് സാമ്പത്തികം മാത്രമല്ല കേട്ടോ, ഒരു നല്ല വാക്ക് കേൾക്കാത്തതുകൊണ്ട്, നല്ലൊരു അപ്രീസിയേഷൻ കിട്ടാത്തതുകൊണ്ട്, ഒരു അംഗീകാരം കിട്ടാത്തതുകൊണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. നമുക്ക് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ദിവസം കാണുന്ന ഒരാളായിരിക്കാം, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കാം. പക്ഷെ അവർ കടന്നു പോകുന്ന വഴികൾ എന്താണ്, അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ എന്താണ് നമുക്കറിയില്ല. അവർ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ പറയുന്ന കാര്യമാണെങ്കിൽ അവരെ ആരെ വിശ്വസിച്ച് പറയും, അതും ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ബന്ധു തന്നെ ആവണമെന്നില്ല, ഒരു സുഹൃത്താകാം, ഒരു പരിചയക്കാരാകാം, എന്തായാലും കുഴപ്പമില്ല, ഒന്ന് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഭയങ്കരമായ സങ്കടങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതൊരു ഓപ്പൺ അപ്പ് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ, ജീവിതത്തിൽ ആരും പൂർണ്ണമായൊരു ലൈഫല്ല ലീഡ് ചെയ്യുന്നത്. എല്ലാവരും 100% സന്തോഷത്തിലും തൃപ്തിയിലുമല്ല ഒരിക്കലും ജീവിക്കുന്നത്. പക്ഷെ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടാൻ നോക്കുക, ഉള്ള സന്തോഷങ്ങൾ നമ്മൾ കൂടെ സൂക്ഷിക്കുക. ഓക്കെ. അതേസമയം സങ്കടങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യാണ്ട് നമ്മൾ ആ സങ്കടങ്ങളെ എങ്ങനെയാണ് അത് തരണം ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സങ്കടങ്ങൾ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മളെ സാന്ത്വനം തരാൻ പറ്റും, സമാധാനിപ്പിക്കാൻ പറ്റും, നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക്. പക്ഷേ നമ്മൾ ഉള്ളുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമം ഉണ്ടാകണം സ്ട്രോങ് ആയി നിൽക്കാൻ. ആ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനിപ്പോൾ എളുപ്പമാണ്. ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ വെച്ചിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, എളുപ്പമാണ്. എനിക്ക് സ്ട്രോങ് ആവണം, എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സങ്കടങ്ങളെ എനിക്ക് അതിജീവിക്കണം, ഒന്നും എന്നെ കുലുക്കരുത്, ഞാൻ അത്രയും സ്ട്രോങ് ആയി നിൽക്കണം എന്ന് ഞാൻ വിചാരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഞാൻ എന്നെ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ എന്നെപ്പോലെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നില്ല വേറൊരാൾക്ക്. അത്രയും സ്ട്രെങ്ത് ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. പെട്ടെന്ന് തളർന്നു പോകാം. ഒരു ചെറിയ വാക്ക് കേട്ടാൽ പോലും തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവർ പരസ്പരം സംസാരിക്കുമ്പോൾ ഒരാളെ ഹേർട്ട് ചെയ്തിട്ട് വേറൊരാൾ പറയാതിരിക്കുക. ഒരു കുടുംബത്തിനകത്താണെങ്കിലും ഇപ്പോൾ ഡോട്ടർ ലോ റിലേഷനിലും മദർ ലോ ഒരിക്കലും ഡോട്ടർ ലോയെ അങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. തിരിച്ചും അതുപോലെ അച്ഛനമ്മമാർ സംസാരിക്കുമ്പോഴും മക്കളോട് സംസാരിക്കുമ്പോഴും അച്ഛനമ്മമാരോട് സംസാരിക്കുമ്പോഴും വളരെ ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കുക. ആ ആളിൻ്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ മകളോ മകനോ സംസാരിക്കാതിരിക്കുക. അതുപോലെ അച്ഛനോട് സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റോട് സംസാരിക്കുക. നമുക്ക് എന്ത് പരാതികളും പരിഭവങ്ങളും ദേഷ്യം ഉണ്ടെങ്കിലും അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ മക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാരും മോശമായിട്ട് സംസാരിക്കാതിരിക്കുക. ചെറിയ ഹൃദയമായിരിക്കാം, കുഞ്ഞു മക്കളായിരിക്കാം, അല്ലെങ്കിൽ മക്കൾ ടീനേജ് ആവാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോയ മക്കളാവാം, എന്തോ ആയിക്കോട്ടെ, അവരുടെ ഹൃദയം അല്ലെങ്കിൽ അവരുടെ മനസ്സ് തകർക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. ഒരാളെ നമുക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ അതായത് ഇപ്പം ഒരു സങ്കടത്തിൽ നമുക്ക് പെട്ടെന്ന് പൊക്കിക്കൊണ്ട് വരാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഒരാളെ സങ്കടത്തിലേക്ക് ഇറക്കി വിടാതിരിക്കാനായിട്ടെങ്കിലും മിനിമം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോഴും 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഇപ്പോൾ ഞാനിത് പറയുമ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഞാനും വളരെ ഹാർഷായിട്ട് സംസാരിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, കുറേ നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം അനുഭവിച്ചതിന് ശേഷമായിരിക്കാം എനിക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായത്. അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്തിനങ്ങനെ സംസാരിച്ചു? ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കണം, അല്ലെങ്കിൽ സങ്കടപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല പറയുന്നത്.
അന്നേരത്തെ ഒരു റിയാക്ഷൻ ആയിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ലോങ് റൺ ആ കേൾക്കുന്ന ആളിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. പറയുന്ന ആൾ പറഞ്ഞു കഴിയുമ്പോൾ മറന്നു പോകും, പക്ഷെ കേൾക്കുന്ന ആളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെയാണ് ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാവരും. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എല്ലാവരും മനുഷ്യരല്ലേ, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാമല്ലോ. അപ്പോൾ നല്ലതും ചീത്തയും നമുക്ക് നമ്മുടേതായ ചീത്ത ക്വാളിറ്റീസൊക്കെ നമുക്ക് മാറ്റി നമ്മൾ കുറച്ചുകൂടി നന്മയിലേക്ക് കൊണ്ടുപോകാനാണ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ. അത് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ പോയാൽ മാത്രമേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷേ ധാരാളമായിട്ട് വായിക്കുക, നല്ല കാര്യങ്ങളൊക്കെ കാണുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ യാത്ര ചെയ്യുന്നത് വളരെ നല്ലൊരു അനുഭവമാണെന്ന് ഞാൻ എപ്പോഴും പറയും. യാത്രകൾ നമുക്ക് നല്ലൊരു അനുഭവമാണ്, നല്ലൊരു പാഠമാണെന്നൊക്കെ. പക്ഷേ ഒരുപാട് യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് പൈസ വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. കുറച്ച് പൈസയിലും ഒരു 1 ഡേ ട്രിപ്പ് എടുക്കാം, ഒരു ഹാഫ് ഡേ ട്രിപ്പ് എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്താലും മൈൻഡ്, നമ്മളിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ വീടിനടുത്തൊരു നടക്കാനായിട്ടൊരു സ്ഥലമുണ്ട്, ഒരു ഓപ്പൺ ഏരിയ ഉണ്ടോ, ഒരു ഗാർഡൻ ഉണ്ടോ, ഒന്നും വേണ്ട, ഒരു ബീച്ച് വരെ പോയാലും മതിയല്ലോ ഒരു ദിവസം മനസ്സ് റിലാക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിന് കൊടുത്താൽ മൈൻഡ് റിലാക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ, ആ ഒരു പിരിമുറുക്കം ഒരു പരിധിയിൽ കൂടുതൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ തുറന്നു പറയാൻ ഒരാളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. തുറന്നു പറയാൻ പറ്റുന്ന ആൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം, എമ്പതി ഉള്ള ഒരാളായിരിക്കണം. നമ്മളോട് കേൾക്കുമ്പോൾ അവർക്ക് ആ ഒരു നമ്മുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, അവർ നമ്മുടെ ആ ഷൂസിലേക്ക് ഇറങ്ങി നിൽക്കുന്നവരായിരിക്കണം. നമ്മൾ ഏത് അവസ്ഥയിലൂടെ പോകണമെന്ന് കൃത്യമായി ബോധ്യപ്പെടാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് നമ്മൾ തുറന്ന് പറയണം. അല്ലാതെ ഫാൾസ് ഈഗോ വെച്ചിട്ട് അവർ വിചാരിക്കുക, അയ്യോ നമ്മുടെ വീട്ടിൽ ഐഡിയൽ സിറ്റുവേഷനാണ്, നമ്മൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു ദമ്പതികളാണ് എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മളൊരു പരാതി അല്ലെങ്കിൽ ഒരു വിഷമം, നമ്മുടെ വീട്ടിൽ നടക്കുന്നൊരു സംഭവം നമ്മുടെ ഏറ്റവും അടുത്ത ആളോട് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ആളോട് മാത്രമേ പറയാൻ പാടുള്ളൂ. അത് നമുക്ക് തിരിച്ചു വരാൻ പാടില്ലല്ലോ, അത് ദോഷമായിട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരുപാട് വിഷമങ്ങളും വിങ്ങലുകളും ഉണ്ട്. ഇനി ഒരു പക്ഷേ ആരും ഇല്ലാന്നിരിക്കട്ടെ, തുറന്ന് പറയാം. അപ്പോൾ ഒരു ഡയറി എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, ബുക്ക് മേടിക്കുക, എന്നിട്ട് അതിലൊരു പേജിൽ ഇങ്ങനെ എഴുതുക നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ വിങ്ങലുകൾ എല്ലാം എഴുതി വയ്ക്കുക. ഓക്കെ, എഴുതി വയ്ക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടും. നമ്മൾ എവിടെയൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. എന്നിട്ട് അത് പിന്നീട് നമുക്കിരുന്ന് വായിച്ച് നോക്കാം, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അതിലെന്തൊക്കെ ഉൾക്കൊള്ളാം, അതിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയുക. നമുക്ക് നമ്മുടേതായ മാറ്റങ്ങളിലൂടെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാം. നമ്മുടെ ബിഹേവിയർ കൊണ്ടാണ് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നോക്കുക. അതല്ല, നമ്മുടേതായ തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, കാര്യങ്ങളൊരു അവലോകനം ചെയ്യുക, എഴുതി വെച്ചിട്ട് ഇനി ചിന്തിച്ചിട്ട് നമുക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ചില ആളുകൾ നന്നാവില്ല, അവരെ നന്നാക്കാനും നമുക്ക് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക, അവരെ അവരുടെ വഴിക്ക് വിടുക. എന്നിട്ട് നമ്മൾ ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്ക് ജീവിക്കണം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ജീവിതം നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ വെറുതെ തല്ലിക്കെടുത്താനുള്ളതൊന്നുമല്ല, ജീവിക്കാനായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ലൈഫ് സ്പാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ജനിപ്പിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്ന് പറയും, അതല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ടല്ലോ, നേച്ചർ എന്ന് പറയുന്നൊരു കാര്യം. നമ്മളെ ഭൂമിയിലേക്ക് വിടുമ്പോൾ തന്നെ ചില പർപ്പസ് ഉണ്ട്, എന്തിനാണ് നമ്മൾ ജനിച്ചത്. ആ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു പോകാനും ഒരു സമയം ഉണ്ടാവും. ആ സമയമാകുമ്പോൾ നമ്മളെ തിരിച്ച് വിളിക്കുമ്പോൾ പോയാൽ പോരെ. നമ്മൾ അതിന് മുന്നേ എടുത്തിയാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. 1. 2, നമ്മളത് വിഷമിച്ച് തന്നെ ജീവിച്ച് തീർക്കണം എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് വിഷമങ്ങൾ വരും, പക്ഷെ നമ്മളതിൽ നിന്ന് കരകയറണം, ശക്തമായ രീതിയിൽ കരകയറണം. അതിനായിട്ട് ദൈവത്തിനെ മുറുകെ പിടിക്കുന്ന വളരെ നല്ല ചിന്തകളാണ്, നല്ലതാണ്. അപ്പോൾ ദൈവവിശ്വാസികളല്ലാത്തവരോട് ഞാൻ പറയാം, ദൈവവിശ്വാസം ഉള്ളവർക്ക് ദൈവത്തിനെ മുറുകെ പിടിക്കുക. എപ്പോഴും കഷ്ടകാലമൊന്നും ആയിരിക്കില്ല, നല്ല കാലം വരും, നാളെ നല്ലതായിരിക്കും എന്നൊരു തോട്ട് നമുക്ക് എപ്പോഴും വേണം. നമ്മുടെ ഇതൊരു അവസാനമല്ല, ദിസ് ഇസ് നോട്ട് ദ എൻഡ്, ദർ ഇസ് മോർ ടു കം. നമുക്ക് നല്ലതും വരും. അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ലൈഫ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതാണ് ജീവിതത്തിൽ. എൻ്റെ ലൈഫ് തന്നെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു എക്സാമ്പിളായിട്ട് വയ്ക്കുക. ലൈഫിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു പോയിട്ട്, ഞാൻ ഏറ്റവും നല്ല ലൈഫ് ജീവിച്ച ഒരാളാണ്. അത് കഴിഞ്ഞിട്ടൊരു വളരെ കഷ്ടപ്പാടിലൂടെ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് പോയൊരു കാലഘട്ടമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ഇഷ്യൂസിൽ ഞാനും ഇൻവോൾവ് ആയി പോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം സാധാരണഗതിയിൽ ഒരാൾക്ക് മെൻ്റലി തിരിച്ചു കയറാൻ പറ്റാത്ത അത്രയും ഡെപ്തിൽ, ഒരു പക്ഷേ നമുക്ക് ആരും ചുറ്റും ഇല്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ചുറ്റും കുറ്റപ്പെടുത്തലുകൾ മാത്രം, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാണ്ട്. ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷേ എന്നിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ആ സമയത്ത്. എന്തായാലും ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ഒരു ഡിപ്രഷൻ അടിച്ച് കിടക്കേണ്ട രീതിയിൽ വരെ, അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം പിന്നെ ഒരു നല്ലൊരു
ഫ്യൂച്ചറിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ പിന്നെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതൊക്കെ നല്ലതിനായിരുന്നു, എനിക്ക് അതിലും നല്ലൊരു കാര്യത്തിലേക്കാണ് ഞാൻ കടന്നു പോയത്. അപ്പോൾ ഒരു നല്ല പീരീഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മോശം പീരീഡ്, പക്ഷേ അതിലും നല്ലൊരു പീരീഡിലേക്ക് എനിക്ക് കടന്നു പോകാൻ പറ്റി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരുപാട് പേരുടെ സ്നേഹം എനിക്ക് കിട്ടി തുടങ്ങി. എന്താ പറയുക, പൈസയുടെ ടേംസിലല്ല ഞാൻ സംസാരിക്കുന്നത്, നോട്ട് ഇൻ ടേംസ് ഓഫ് മണി. പൈസ വരും പോവും, ദറ്റ്സ് ഇമ്മെറ്റീരിയൽ, പൈസയുടെ അല്ല. പക്ഷേ സ്നേഹം, നമ്മളോടുള്ള ഇഷ്ടം, ആ കാര്യങ്ങളിലാണ് ഞാൻ പറയുന്നത്. ആ ഇഷ്ടം ഏറ്റവും നന്നായിട്ടിരുന്നൊരു കാലമുണ്ട്, പിന്നെ കുറഞ്ഞു വന്നൊരു കാലമുണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് നമ്മളെ ചേർത്ത് വെച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്കാരുടെ ഇടയിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു പീരീഡിലേക്ക് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ആ ഒരു പീരീഡ്, അപ്പം നമുക്ക് ഇനി നല്ല കാര്യം, അപ്പം നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ലതിനാണ്, ഇനി വരാൻ പോകുന്നത് നല്ലതാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറയില്ലേ, ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന പോലെ തന്നെയാണ്, നമുക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം. ഒരിക്കലും നിങ്ങൾ നിരാശയിലേക്ക് പോകരുത്. ഒരു പക്ഷേ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിന് വേണ്ട മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക, ഒരു കൗൺസിലിങ്ങിന് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പുസ്തകം വായിക്കുക, നല്ല കാഴ്ചകൾ കാണുക, നല്ല ആൾക്കാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക, നല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കുക. ഇനി കുറച്ച് നേരം മിണ്ടാതിരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യുക, സൈലൻ്റായിട്ടിരിക്കുക. ആരെയും ഒന്നിനും നിർബന്ധിക്കേണ്ട ആവശ്യം. അപ്പോൾ ഞാൻ ചുറ്റുമുള്ളവരെയും കൂടി ചേർത്ത് പറയുകയാണ്, ഒരാളുടെ മനസ്സറിഞ്ഞിട്ട് പെരുമാറുക, ഒരാളെ വിഷമിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, ഒരിക്കലും ഹാർഷാകരുത്. ആരും ആയിക്കോട്ടെ, നമ്മുടെ ബന്ധുവാകാം, സുഹൃത്താകാം, അയൽവാസിയാകാം, വഴി കൂടെ പോകുന്ന ഒരാളും ആയിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒരു കാര്യത്തിനും പോരുത്. ഒരു പക്ഷേ നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതിരോധിക്കണം. അത് ഞാൻ ഒരിക്കലും പറയില്ല കൈയും കെട്ടി അത് ഏറ്റെടുക്കണം, അല്ല കേട്ടുകൊണ്ട് നിൽക്കണം എന്ന് ഞാൻ പറയില്ല. ഈ കവളത്തടിച്ച് ഇപ്പുറത്തെ കവള് കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. അതെൻ്റെ ഒരു പോളിസിയല്ല. പക്ഷേ നമ്മളായിട്ടൊരു കാര്യത്തിനും പോകരുതെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം നോക്കി പോവുക, ഓക്കെ, സ്ട്രെയിറ്റ് ലൈനിലൂടെ നടക്കുക, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കുക, നമുക്കിഷ്ടം മറ്റുള്ള ഒരാളെ ഹേർട്ട് ചെയ്യാണ്ട് നമുക്ക് ആർക്കും ദോഷം വരാത്ത രീതിയിൽ ജീവിക്കാൻ നോക്കുക, ചുറ്റുമുള്ളവരെ സഹായിക്കാൻ പറ്റുന്നത് പോലെ സഹായിക്കുക. കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അറ്റംപ്റ്റും ചെയ്യണം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ വിഷമം, നിരാശ, സങ്കടം ഇതൊക്കെ മാറ്റിവെക്കുക. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ പോവുകയാണെങ്കിലും പ്ലീസ് ഒരു കാര്യം ഞാൻ പറയാം, പ്ലീസ് വിഷമിക്കരുത്, വിഷമിക്കുകയേ ചെയ്യരുത്. ഈ ഒരു കാലവും കടന്നു പോകും, നല്ലൊരു ദിവസം നിങ്ങൾക്കായിട്ട് വരുന്നുണ്ടാകും. ഇതൊക്കെ ഒരു താൽക്കാലികമായ ടെമ്പററി ആയിട്ടുള്ള പെയിൻ മാത്രമാണ്. സ്ട്രോങ് ആയിട്ട് നിൽക്കുക, സന്തോഷത്തോടു കൂടി നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഇനിയും ഉണ്ടാവും. അതിനായിട്ട് നിങ്ങൾ വേറെ ഒരു മോശപ്പെട്ട ചിന്തകളിലേക്കും പോകരുത്, സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എനിക്കത് മാത്രമേ ഇപ്പോൾ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. എന്നെ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിലും ഡെഫിനറ്റ്ലി സംസാരിക്കാം. കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നമ്പർ തന്നാൽ മതി, ഞാൻ വന്ന് സംസാരിക്കാം, നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഐ ക്യാൻ ടോക്ക് ടു യു. ഒരു വിഷമവും വിചാരിക്കരുത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. കാര്യം നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട്, നമ്മൾ കാണുന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ചുറ്റും കാണുന്ന സന്തോഷങ്ങളൊന്നും സന്തോഷങ്ങളെ അല്ല, അതെല്ലാം ഒരു പക്ഷേ അഭിനയമാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ അത് കണ്ടിട്ട് അതാണ് സന്തോഷം, എനിക്ക് സന്തോഷമില്ലല്ലോ എന്ന് വിചാരിച്ച് വേറൊരാൾ സങ്കടപ്പെടേണ്ട ആവശ്യവുമില്ല. നമുക്ക് എന്താണോ ഉള്ളത് അത് ചേർത്ത് പിടിക്കുക. അതൊരു വലിയ ഭാഗ്യമായിട്ട് കിട്ടുന്ന, അതായത് ഒരു എന്താ പറയുക, ലൈഫിൽ തൃപ്തി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമുക്കുള്ളത് വെച്ചിട്ട് നമ്മൾ സന്തോഷിക്കുക. നമുക്കിനി കിട്ടാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാം, പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഹാർഡ് വർക്കും വേണം. നമ്മളായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. എനിക്കിന്ന് ഇതാണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഇറ്റ്സ് ആൻ ഓപ്പൺ പ്ലാറ്റ്ഫോം, കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.